മഹേഷ്, ഇനിയിപ്പോൾ ഏറ്റവും അധികം അറിയേണ്ടത് ഇന്നിപ്പോൾ കേരളത്തിൽ വടക്കൻ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളതെങ്കിലും അത് കൂടുതൽ മറ്റിടങ്ങളിലേക്കൊക്കെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തമിഴ്നാട്ടിലടക്കം ഇതിനിപ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും? ഇതിനുശേഷം എങ്ങോട്ടാണ് ഈ ചുഴലിക്കാറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടോ? ജിൽസി, ഗുഡ് മോർണിംഗ്. ചുഴലിക്കാറ്റ് ഇന്നലെ തന്നെ അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. ചുഴലിക്കാറ്റ് എന്ന പേര് നമുക്ക് തൽക്കാലം വിടാം. അത് അതിതീവ്ര ന്യൂനമർദ്ദം എന്നുള്ള രീതിയിലേക്ക് മാറി. കനത്ത മഴ പലയിടത്തുമുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇപ്പോൾ മഴ പലയിടത്തും പെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂനമർദ്ദത്തിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ചെന്നൈക്കും കോയമ്പത്തൂരിനും ഇടയിലുള്ള മേഖലയിലാണ്. ഇതിനോടകം തന്നെ 13 പേരുടെ മരണത്തിന് ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റും അതിനെ തുടർന്ന് മഴയുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 13 പേർ തമിഴ്നാട്ടിലാകെ മരിച്ചു. 4 പേരുടെ മരണം തിരുവണ്ണാമലയിലാണ്. ഒപ്പം വെല്ലൂരിൽ ഒരാളും മരിച്ചിട്ടുണ്ട്. തിരുവണ്ണാമലയിൽ അവിടെ ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. അവിടെ 7 പേരെ കാണാതായി എന്ന സംശയമുണ്ട്. രാജ്കുമാർ എന്ന് പറയുന്ന ഒരാളുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കാണാതായി എന്നുള്ള ഒരു അഭ്യൂഹമുണ്ട്. അതിനെ തുടർന്ന് അവിടെ വലിയ തോതിൽ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെയും തിരച്ചിൽ നടന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചെന്നൈക്കും വിഴുപ്പുറത്തിനും ഇടയിൽ അവിടെ റെയിൽവേ ട്രാക്കിൽ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. ബ്രിഡ്ജ് നമ്പർ 452 എന്ന് പറയുന്ന ബ്രിഡ്ജിന് മുകളിലൂടെ അപകടകരമായ വിധം വെള്ളം ഒഴുകുന്ന സാഹചര്യത്തിൽ ട്രെയിനുകൾ പലതും റദ്ദാക്കിയിട്ടുണ്ട്. പല ട്രെയിനുകളും കാട്ട്പാടി വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. ചെന്നൈ നാഗർകോവിൽ വന്ദേ ഭാരത് ട്രെയിൻ ഉൾപ്പെടെ റദ്ദാക്കി. മൊത്തം 10 ട്രെയിനുകൾ അവിടെ വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. 5 ട്രെയിനുകൾ ഭാഗികമായിട്ടും റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാടും ഇപ്പോഴും അതിൻ്റെ ഒരു തീവ്രതയിലൂടെ തന്നെ കടന്നു പോവുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രശ്നം തമിഴ്നാട്ടിലില്ല. മാത്രമല്ല, ഒരിടത്ത് പോലും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും തമിഴ്നാട്ടിലില്ല. കോയമ്പത്തൂരും ചെന്നൈ അടക്കമുള്ള ജില്ലകളിൽ 10 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയുണ്ട് ജിൽസി. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് നോക്കേണ്ടത് ഈ പറയുന്ന ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ഉപഗ്രഹ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി നോക്കിയാൽ നേരത്തെ ചെന്നൈക്കും പുതുച്ചേരിക്കും ഇടയിലായിരുന്നു, കാരക്കലിലായിരുന്നു കര തൊട്ടിരുന്നത്. പക്ഷേ അവിടെ ഈ കാറ്റിന്റെ ഒരു പ്രശ്നം സാധാരണ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന് പോലെ അതിവേഗം കടന്ന്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം മെനിഞ്ഞാന്ന് രാത്രി പുതുച്ചേരിക്ക് അടുത്ത് ഇത് കടൽ തീരത്ത് വന്ന് ഏതാണ്ട് ഈ ഭാഗത്ത് വന്ന് നിന്ന സമയത്ത് ഒരു 15 കിലോമീറ്റർ മാത്രം മാറി ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഇതിന്റെ കേന്ദ്ര ബിന്ദു എത്തി. അവിടെ തന്നെ കറങ്ങി നിന്നു. സ്റ്റാലിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണത്. സാധാരണഗതിയിൽ ഇത് കറങ്ങി നേരെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് 10 മണിക്കൂറിലധികം സമയം ഈ ഭാഗത്ത് തന്നെ അത് കറങ്ങി നിൽക്കുകയും അതിന്റെ തീവ്രത മുഴുവൻ ഈ ഭാഗത്തേക്ക് വന്നു. പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടി ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ അതിന്റെ സഞ്ചാരപാത കൃത്യമായി വന്നു. അതിതീവ്ര ന്യൂനമർദ്ദമായി, ചുഴലിക്കാറ്റിന്റെ എല്ലാ സ്വഭാവങ്ങളും വിട്ട് അതിതീവ്ര ന്യൂനമർദ്ദമായി അത് മാറി. അത് കുറെ കൂടി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമെന്ന് കരുതിയ നിന്ന് ചെറിയൊരു വേരിയേഷൻ എന്ന് നമുക്ക് പറയാം. പക്ഷെ അതിന്റെ പ്രതിഫലനം നോക്കൂ. കേരളത്തിന്റെ തീരമേഖലകൾ, കണ്ണൂരും കോഴിക്കോടും ഉൾപ്പെടുന്ന മധ്യ കേരളത്തിലുമൊക്കെ കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് കുറെ കൂടി വ്യക്തമാകാൻ വേണ്ടി ഇതിന്റെ ഉപഗ്രഹ ചിത്രത്തിന്റെ ഒരു സഹായം നമുക്ക് തേടാം. അപ്പോൾ നമുക്ക് കാണാം, ഈ കാണുന്ന ഭാഗത്ത് നോക്കൂ, കണ്ണൂർ, കോഴിക്കോട് ഉൾപ്പെടെ കാസർഗോഡ് മേഖലയിലൊക്കെ അതിന്റെ തീരമേഖല, പ്രത്യേകിച്ച് അറബിക്കടലിൽ വലിയ തോതിൽ കാർമേഘങ്ങൾ, മഴമേഘങ്ങൾ മൂടിക്കെട്ടിയതായി കാണാം. മഴയ്ക്ക് സാധ്യതയാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന പിങ്ക് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമുള്ളത്. അതായത് വടക്കൻ ജില്ലകളിൽ നിന്ന് വലിയ തോതിൽ മഴയുണ്ടാകും. ഇടവിട്ട് കനത്ത മഴയ്ക്ക് സാധ്യത പറയുന്നുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂരും കൊച്ചിയിലുമൊക്കെ, ഈ ഭാഗത്ത് കോട്ടയത്തും ഒക്കെ പലയിടത്തുമായി ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷേ നിരന്തര മഴ പെയ്യാൻ സാധ്യതയുള്ളത് മലബാർ മേഖലയിൽ തന്നെയായിരിക്കും. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ്. ഇന്ന് പുലർച്ചെയൊക്കെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെയാണ് കുറച്ചൊരല്പം ശമനം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ഈ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി, അല്ലെങ്കിൽ രൂപം കൊണ്ടിരിക്കുന്ന ഇതിന്റെ ഭാഗമാണ്. സഞ്ചാരപാത സാധാരണഗതിയിൽ ഇത് മുകളിലേക്ക് പോയി തിരുപ്പതി വശത്തൂടെ ആന്ധ്രയിലൂടെയൊക്കെ പോയി അങ്ങോട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ച് ഇത് പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് കരുതിയത്. പക്ഷേ ഇത്രയൊരു എഫക്റ്റ്, അല്ലെങ്കിൽ മഴ ഇങ്ങോട്ട് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. മഴയുണ്ടാകും, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കാറ്റോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവില്ല. തമിഴ്നാട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 13 മരണമാണ് തമിഴ്നാട്ടിലുള്ളത്. എന്തായാലും വലിയ അപകടങ്ങൾക്ക് കാരണമായിട്ടില്ല എന്ന് പറയാം. 13 പേരുടെ മരണമുണ്ട്. അതൊരു വലിയ ഒരു സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നേരത്തെ നടത്തിയ മുന്നൊരുക്കങ്ങൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടങ്ങളിലേക്കും ആശങ്കകളിലേക്കും പോയില്ല എന്നൊരു പരിധി വരെ നമുക്ക് പറയേണ്ടി വരും. ഫിഞ്ചാലിന്റെ എഫക്റ്റ് വിട്ടു. അതിതീവ്ര ന്യൂനമർദ്ദമാണ്. മഴയുണ്ടാകും. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇന്ന് കനത്ത മഴയുണ്ടാകും.